വരുന്ന ഒരാളാണ്. കോൺഗ്രസ് പാർട്ടിയുടെ സീനിയർ നേതാക്കന്മാരുടെ ഒരാളാണ്. അപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ വർഗീസ് ചോദിക്കായിരുന്നു, അദ്ദേഹം അഭിഭാഷകനാണ്, വളരെ പ്രസിദ്ധനായ അഭിഭാഷകനാണ്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, ഞാൻ അഭിഭാഷക വൃത്തി തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് എൻ്റെ കർത്തവ്യത്തോട്, MLA എന്ന ജനപ്രതിനിധി എന്ന ഉത്തരവാദിത്വത്തോട് നീതി പുലർത്തേണ്ടതുള്ളതുകൊണ്ട് അദ്ദേഹം അഭിഭാഷകർ നിർത്തിവെച്ചിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ അവിടെ പ്രിയങ്കൻ, അതുകൊണ്ട് അദ്ദേഹം നാട്ടുകാർ പ്രിയങ്കരനാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ തവണ വലിയ ഭൂരിപക്ഷത്തോടെ പേരാവിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എത്തി ഈ ബഹ്റിൻ സമാജം കാണാനും ബഹ്റിൻ സമാജത്തിലെ അംഗങ്ങളെ അഭിസംബോധന ചെയ്യാൻ കാണിച്ച സന്മനസ്സിന് അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി തീരുന്നതുവരെ ഇവിടെ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സദസ്സിനെ അഭിസംബോധിച്ചു നമ്മുടെ അതിഥി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ലക്ഷ്യം. ബഹുമാന്യരെ, സ്നേഹിതരെ, ബഹ്റൈൻ ദേശീയ ദിനത്തിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകൾ. ആ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. ബഹ്റൈൻ കേരളീയ സമാജം ഏറ്റവും മനോഹരമായ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മയായി മുന്നേറുന്നു. ഈ മുന്നേറ്റത്തിന് എല്ലാ ആശംസകളും നേരുകയാണ്. ഈ കലാപരിപാടി ദും നിൽക്കാം വളരെ മനോഹരമാണ്. ഇതിൻ്റെ പിന്നണി പ്രവർത്തനം